ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നൊരു ചിക്കൻ ഷവർമയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള കുബ്ബൂസും മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ. ഇത് ഓപ്ഷണലാണ്, കോൺഫ്ലോർ നിർബന്ധമില്ല, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1 ടീസ്പൂൺ തൈര്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വിനാഗിരി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് 1 കപ്പൊക്കെ എടുത്താൽ മതി ചെറിയ പീസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വറുത്ത് മാറ്റാം. വേണമെങ്കിൽ ഇത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, ക്യാപ്സിക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം ഞാനതൊന്നും എടുക്കുന്നില്ല. ഇതിലേക്ക് കുറച്ച് മയോണൈസ്, ഒരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പും ചേർക്കാം കേട്ടോ. പക്ഷേ ഈ മയോണൈസിൽ അത്യാവശ്യം ഉപ്പുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. കുറവുള്ളവർക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും മയോണൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ ക്രഷ് ചെയ്യണമെങ്കിൽ ക്രഷ് ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൽ ചേർത്തിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ മടക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫില്ലിങ് ആവശ്യത്തിനനുസരിച്ചുള്ള ഫില്ലിങ് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കുബൂസായ കാരണം പെട്ടെന്ന് തന്നെ റോളായി കിട്ടും, പൊട്ടി പോകുന്നില്ല, ഹാർഡൊന്നല്ല, നല്ല സോഫ്റ്റ് കുബൂസ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ് ടേസ്റ്റി ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഷവർമയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.